ഹായ് എവരി വൺ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഫസ്റ്റിലെ ക്യാമറ മാനുവലി അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. മാനുവലി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി വേറൊന്നും ചെയ്യേണ്ട, നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ ഗോപ്രോൻ്റെ വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ലോഗിൻ ഓപ്ഷൻ ഉണ്ടാവും. നമ്മുടെ ഗോപ്രോ അക്കൗണ്ടിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂസർ നെയിം പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഡിവൈസസിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസ് ഏതാണെന്ന് കാണിക്കും. ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു നോട്ടിഫിക്കേഷൻ വരും, ഇതുപോലെ തന്നെ അപ്ഡേറ്റ് അവൈലബിൾ ആണ്, നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് മാനുവലി ചെയ്യാൻ പറ്റുന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വരുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഇമെയിൽ നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഗോപ്രോ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പം ഇവിടെ നമ്മൾ വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മളിപ്പോൾ വന്നിട്ട് അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ വരും. അപ്പം കണക്റ്റിംഗ് ടു ക്യാമറ കാണിക്കും. ക്യാമറ ആയിട്ട് കണക്ട് ആയതിനു ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് ആ ഡൗൺലോഡ് ഫയൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പുഷ് ചെയ്തിട്ട് ഇപ്പം നമ്മൾ ചോദിക്കുന്നുണ്ട് ഇപ്പം എങ്ങനെയാണ് ക്യാമറ കണക്ട് ചെയ്യുന്നുള്ളത്. അപ്പം ഇങ്ങനെയാണ് ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം അത് കണക്ട് ആവും. നിങ്ങൾക്ക് ഇതൊക്കെ അറിയാവുന്ന കാര്യമായിരിക്കും. ഞാൻ ജസ്റ്റ് ഈ കണക്ഷനെ കുറിച്ചും അതൊന്നും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തില്ല, കാരണം ക്യാമറ ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് ഇതിൻ്റെ കണക്ടിവിറ്റിയും സംഭവങ്ങളൊക്കെ ഒബ്വിയസ്ലി അറിയാവുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ഇത് ക്യാമറ അപ്ഡേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഫയൽ ട്രാൻസ്ഫർ ചെയ്യുമ്പം ആ ആപ്പിൽ നിന്ന് നമ്മൾ ബാക്കിലേക്ക് പോകാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഗോപ്രോ ഈ ഓൺ ആവുന്ന കാണാം. അപ്പോൾ അത് കാണിച്ചുതരാം. അപ്പം ഞാൻ ആ ക്യാമറ എടുത്തിട്ട് നിങ്ങൾക്ക് ക്യാമറയ്ക്കകത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഗോപ്രോ അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. ഒത്തിരി വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സെറ്റപ്പ് ഒന്നുമല്ല, എല്ലാ ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങൾ ഫേംവെയർ വരുന്ന മുറയ്ക്ക് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബഗ് ഫിക്സസ്, ഇതൊക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഞാനൊരു പുതിയൊരു വീഡിയോ ഇടുന്നുണ്ട്, ലൈക്ക് നമുക്ക് എങ്ങനെയാണ് ഗോപ്രോ വാറണ്ടി ഉള്ള ഗോപ്രോ എങ്ങനെയാണ് നമുക്ക് റീപ്ലേസ്മെന്റിന് ഓർഡർ ചെയ്യുക എന്നുള്ള കാര്യം, ഇതിനെക്കുറിച്ചും ഞാനൊരു വീഡിയോ ഇപ്പോൾ ഉടനെ ഇടുന്നുണ്ട്. ഈ ക്യാമറ അപ്പം ഓൺ ആയി വരുന്നുണ്ട്. സോ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ക്യാമറ ഓൺ ആണ്. ക്യാമറ കംപ്ലീറ്റ്ലി അപ്ഡേറ്റ് ആവാതെ നമ്മൾ ഗോപ്രോ ക്വിക്ക് ആപ്പിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല. ഞാൻ കുറച്ച് സ്ക്രീൻ ഞാനിപ്പോൾ പോസ് ചെയ്യാൻ പോവാണ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇൻസ്റ്റാളേഷൻ, അതായത് നമ്മൾ ഈ ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ക്യാമറയുടെ ബാറ്ററി ഈ പറയുന്ന പോലെ തന്നെ ഒരു മോർ ദാൻ 50% എപ്പോഴും സൂക്ഷിക്കണം. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്ഡേറ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. നമ്മൾ അപ്ഡേറ്റ് കാണുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ക്യാമറയിലേക്ക് പോയി കഴിഞ്ഞാൽ ക്യാമറയ്ക്കകത്ത് നിന്ന് നമുക്ക് ഇത് കാണാൻ പറ്റുന്നതായിരിക്കും. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ക്യാമറയ്ക്കകത്ത് അതിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ പ്രിഫറൻസിനകത്ത് നമുക്ക് എബോട്ട് ഉണ്ടാവും. ആ എബോട്ടിനകത്ത് ക്യാമറ ഇൻഫോനകത്ത് നോക്കിക്കഴിഞ്ഞാൽ വേർഷൻ 1.30 നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഈ വേർഷനാണ് നമ്മളിപ്പം അപ്ഡേറ്റ് ചെയ്തത്. സോ ഇത്ര സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ഗോപ്രോ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി എന്നുള്ളത്. സോ നിങ്ങൾക്ക് ഗോപ്രോ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാവരും ഉടനെ തന്നെ ഈ ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഗോപ്രോ ക്വിക്ക് ആപ്പ്, ഇപ്പം ക്വിക്ക് ആപ്പ് ഇല്ലെങ്കിലും വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഗോപ്രോ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അപ്ഡേറ്റ് നേരത്തെ കാണിച്ച സൈറ്റിൽ പോയി കഴിഞ്ഞാൽ മാനുവലി നമ്മൾ ആ ഫയൽ ഡൗൺലോഡ് ചെയ്യുക. ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ ഈ ഗോപ്രോൻ്റെ ബാറ്ററി ഊരി, ഇപ്പം നമ്മൾ ഈ കാണുന്ന അതിൻ്റെ SD കാർഡ് ഊരിയിട്ട് ആ SD കാർഡിൻ്റെ ഇതൊരു സിപ്പ് ഫയലായിട്ടായിരിക്കും വരുന്നത്. അത് ആദ്യം അൺസിപ്പ് ചെയ്തിട്ട് SD കാർഡിലേക്ക് നമ്മൾ ആ കോപ്പി ചെയ്തിട്ട് ഗോപ്രോ ബൂട്ട് ചെയ്താൽ മാത്രം മതി. ഓൺ ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ അപ്ഡേറ്റ് ഫയൽ ഡിറ്റക്ട് ചെയ്തിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആവുന്നതായിരിക്കും.
അപ്പം ഇങ്ങനെയാണ് നമ്മൾ GoPro അപ്ഡേറ്റ് ചെയ്യുന്നത്. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.